ഹലോ ഫ്രണ്ട്സ്, ഏജസ് വേൾഡ് ഫോർ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്യൂട്ടി ഹാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ പലരുടെയും മുഖത്ത് പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവും. അപ്പർ ലിപ്സിലും അതുപോലെ ചീക്സിലും ഒക്കെ ചിലപ്പോൾ PCOD കാരണമാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ട് ഫേഷ്യൽ ഹെയർസ് ഉള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം സ്ത്രീകളും. അപ്പം നമുക്കതിങ്ങനെ കൂടുതൽ ഹെയർ ആകുമ്പോൾ നമുക്കതൊരു ആത്മവിശ്വാസക്കുറവായിരിക്കും ചിലപ്പോൾ. അപ്പം നമുക്ക് പലവിധ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് പാർലറുകളിലും അതുപോലെ ഹോസ്പിറ്റലുകളിലൊക്കെ പലവിധ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പാർലറിൽ പോയിട്ട് ബ്ലീച്ചൊക്കെ ചെയ്യണവരുണ്ട്. അപ്പോൾ ഈ ഹെയറിൻ്റെ കളർ അങ്ങനെ കാണില്ല, നമ്മുടെ സ്കിൻ കളറിനോട് ചേർന്ന് പോകും. അതുപോലെ ലേസർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഈ ഒരു ഫേഷ്യൽ ഹെയർ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ നോക്കണമെങ്കിൽ കാണുന്നത് ക്ലിയർ ആവുണ്ടോയെന്ന് അറിയില്ല. ഇവിടെയൊക്കെ എനിക്ക് ഫേഷ്യൽ ഹെയർസ് ഉണ്ട്. ഇവിടെ ചെറുതായിട്ടുണ്ട്, അതുപോലെ ഇവിടെ ചിന്നിലുണ്ട്, അങ്ങനെ ഈ സൈഡിലൊക്കെ ചെറുതായിട്ട് എനിക്ക് ഫേഷ്യൽ ഹെയർസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു ക്രീം ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് ഈ ഫേഷ്യൽ ഹെയർ പോകണുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ക്രീം ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പാലാണ്, നമ്മുടെ പച്ചപ്പാലാണ്. ആ പാലിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യണത്. നമ്മളെ വീട്ടിൽ വാങ്ങണ മഞ്ഞൾപ്പൊടി തന്നെയാണ് ഞാൻ ആഡ് ചെയ്തത്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യണത് പഞ്ചസാരയാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് അത്രയും തന്നെ പഞ്ചസാരയും കൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, നമ്മുടെ പച്ച വെളിച്ചെണ്ണയാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്തരം സാധനങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുകയാണ്. നന്നായിട്ട് തിളക്കണം. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഉരുകുമ്പോൾ നമുക്കറിയാമല്ലോ, പഞ്ചസാര ഉരുകുമ്പോൾ ഒരു ഒട്ടി പിടിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. അങ്ങനെ നന്നായി തിളപ്പിച്ച് കൊടുക്കുക. അതിനെ ഒരു പാത്രത്തിലേക്ക് നന്നായി തിളച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. അതിലേക്ക് എന്നിട്ട് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ആഡ് ചെയ്യണത് ഗോതമ്പ് പൊടിയാണ്. അതൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ആവാൻ ആവശ്യമുള്ള ഒരു ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ സംഭവം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ക്രീം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ നമുക്കിതൊന്ന് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അത്യാവശ്യം കട്ടിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ മുഖത്തും കഴുത്തിലും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മഞ്ഞളും കോഫി പൗഡറും പാലും ഒക്കെ ആണല്ലോ. അപ്പോൾ കഴുത്തിലും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു ഡീടാൻ എഫക്റ്റും കൂടി കൊടുക്കണ ഒരു പാക്കാണ്, അതുകൊണ്ട് കഴുത്തിലും ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല കട്ടിക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, അല്ലാതെ ഭയങ്കര കനം കുറഞ്ഞൊരു ലെയറായിട്ടല്ല ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലോണം കട്ടിക്ക് മുഖത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതേ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കളർ മാറിയത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ തന്നെ മുഖത്തത് ഫീൽ ചെയ്യും. പിന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ട് തന്നെ വേണം നമ്മളിത് റിമൂവ് ചെയ്യാനായിട്ടും. കാരണം നമ്മളിത് കഴുകിയല്ല നമ്മൾ കളയണത്. നമ്മൾ കൈകൊണ്ട് പതുക്കെ ഇങ്ങനെ റബ്ബ് ചെയ്ത് അങ്ങനെ കളയുകയാണ് ചെയ്യണത്. അപ്പം നന്നായിട്ട് ഉണങ്ങണം. അപ്പം നമ്മൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ എന്താ പറയുക, അങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരി കൈ കൊണ്ട് നല്ലൊരു ഫോഴ്സ് കൊടുത്തിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ പോരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈമ ഇങ്ങനെ നനവോ അല്ലെങ്കിൽ ഇങ്ങനെ ക്രീമി ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ കൈമ ആവണമൊന്നുമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മുഖത്തുനിന്ന് സുഖമായിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ പശ പോലെ ഇരിക്കുക അങ്ങനെയൊന്നും ചെയ്യണില്ല. അത് അത്യാവശ്യം നന്നായി ഡ്രൈ ആയതുകൊണ്ടാണ്. ഡ്രൈ ആയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കുഴമ്പ് പോലെ ഇരുന്നേനെ കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു പാക്ക് പോകുന്ന സ്ഥലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, അവിടെയൊക്കെ കുറേയൊക്കെ ഹെയർസ് അവിടെ കാണുന്നില്ല. മുമ്പത്തെ അത്യാവശ്യം ക്ലീനാണ് നമ്മുടെ സ്കിന്ന്. കണ്ടോ, ആ ഒരു ഭാഗത്ത് കവിളിലുണ്ടായിരുന്ന ഹെയറൊന്നും അങ്ങനെ കാണുന്നില്ല. പിന്നെ ഈ ചുണ്ടിൻ്റെ ഭാഗം അതൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം ഇനി മൊത്തത്തിൽ നമുക്ക് മുഖത്തുള്ളത് മൊത്തം ഒന്ന് ഉരച്ചൊരച്ച് കളയാം. മൂക്കിൻ്റെ സൈഡിലും നെറ്റിയുമൊക്കെ ഉള്ളത് കളയാം. അപ്പോൾ ഒരുവിധം മുഖത്തുള്ളതെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കതൊന്ന് കഴുകിയിട്ട് വരണം. ഇപ്പോഴും നമ്മുടെ മുഖത്ത് അതിൻ്റെ തരിയും പൊടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാൻ നമ്മുടെ മുഖത്തിട്ടിരുന്ന ആ ഒരു ക്രീം ഉണങ്ങിയതിന് ശേഷം അതിനെ നിങ്ങൾ കണ്ടല്ലോ അങ്ങനെ റബ്ബ് ചെയ്താണ് കളഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് കട്ടിക്ക് 1-2 ഹെയർ ഉണ്ടായിരുന്നു. അങ്ങനെ കട്ടിയിൽ വളരുന്ന നമ്മുടെ മുടിയുടെ ഹെയറിൻ്റെ അത്ര തിക്കായിട്ടുള്ള ഹെയർ അതങ്ങനെ പോണില്ല. പക്ഷേ ഇവിടുത്തെ ഈ 2 കവിളിലും അതുപോലെ ഈ ഒരു ഭാഗത്തുള്ള കനം കുറഞ്ഞിട്ടുള്ള ഹെയർസ്, അപ്പം നോർമൽ ഫേഷ്യൽ ഹെയർ വരുന്ന ആൾക്കാരുണ്ടല്ലോ ഇവിടെയും അതുപോലെ ഈ ഒരു പോർഷനിലും ഈ കവിളിൻ്റെ 2 സൈഡിലൊക്കെ നോർമൽ വളരെ കനം കുറഞ്ഞ ഫേഷ്യൽ ഹെയർസ് വരുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഈ സംഭവം എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ എനിക്ക് ഇവിടെ 1-2 ഇങ്ങനെ കട്ടിക്കുള്ള ഹെയർ ഉണ്ട്, അത് പോയിട്ടില്ല കേട്ടോ. ഈ നല്ല നൈസായിട്ടുള്ള ഹെയർസ് ഉള്ളതൊക്കെ പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ അത്യാവശ്യം ഈ ഒരു ഭാഗത്തെ കനം കുറഞ്ഞ ഹെയർസൊക്കെ പോയിട്ടുണ്ട്. ഇവിടുത്തെ കട്ടിക്കുള്ള 1-2 ഹെയർസ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതുപോലെ ഈ ഭാഗവും ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട്.
അപ്പോൾ വളരെ കനം കുറഞ്ഞ നമ്മുടെ ഈ നോർമൽ ഫേഷ്യൽ ഹെയർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുന്നൊക്കെ നമ്മളിത് ഈ ഫേസ് പാക്ക് പോലെ ഈ ഒരു ക്രീം പോലെ ആക്കിയിട്ട് ഇത് അപ്ലൈ ചെയ്ത് ഇതുപോലെ കളയാന്നുണ്ടെങ്കിൽ ആ ഒരു ഹെയർ ഒക്കെ റിമൂവ് ആവും, നമ്മുടെ ഫേസ് കുറച്ചും കൂടി ക്ലിയർ ആവും. പിന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് പാലാണ്. പാൽ നമുക്കറിയാം ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഏജൻ്റാണ്. അപ്പോൾ സ്കിന്ന് നല്ല ക്ലിയർ ആവാനും സ്കിൻ ടോൺ കുറച്ചും കൂടി ബെറ്റർ ആവാനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ മഞ്ഞളാണെങ്കിലും സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കോഫി ആണെങ്കിലും സൺ ടാൻ മാറാനും അതുപോലെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യണ ഒരു സംഭവമാണ്. ഇതിലിട്ടിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം ഈ 3 ഐറ്റംസും നമ്മളെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും സ്കിൻ ടോൺ ഒന്ന് മെച്ചപ്പെടുത്താനും അതുപോലെ സ്കിൻ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പം നമുക്ക് ഈ ചെറിയ ഫേഷ്യൽ ഹെയർ പോണതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആയി കിട്ടും. അത് മാത്രമല്ല നമുക്ക് തൊടുമ്പോൾ അറിയാം അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്ന്. അപ്പോൾ ഫേഷ്യൽ ഹെയർ പോണതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ആവും, നമ്മുടെ ടാനൊക്കെ ഒന്ന് മാറും, അതുപോലെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവും. അതിനൊക്കെ കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണിത്. അപ്പോൾ ഫേസിൽ ഇങ്ങനെ നമ്മുടെ നോർമൽ ഫേഷ്യൽ ഹെയർ ഉള്ള ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നമ്മുടെ സ്കിന്നിലുള്ള ഒരു ടാനും പോവും, സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവുകയും ചെയ്യും. നമ്മുടെ നോർമൽ ഫേഷ്യൽ ഹെയർ, നമ്മുടെ ചെറിയ അധികം കട്ടിയില്ലാത്ത ഫേഷ്യൽ ഹെയർ എല്ലാം പോണുണ്ട്. അപ്പം പറ്റാവുന്നവരൊക്കെ ഈ ഒരു ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.